ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചെറിയ അധ്യായങ്ങൾ പാർട്ട് 11. ഓക്കെ, ഒന്ന് അധ്യായം 51. 1857 വിപ്ലവ നേതാക്കന്മാർ. 1857 ബീഹാർ ജഗദീഷ്പൂർ ആരായിരുന്നു? കൻവാർ സിംഗ് ആയിരുന്നു. ബീഹാർ ജഗദീഷ്പൂർ കൻവാർ സിംഗ്. കാൻപൂരിൽ നാനാ സാഹേബ് താന്തിയ തോപ്പെ. ഓക്കെ. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. ഡൽഹിയിൽ ജനറൽ ഭക്ത് ഖാന്, അതുപോലെ ബഹദൂർ ഷാ സെക്കൻഡ്. ഝാൻസി ഗോളിയാറില് റാണി ലക്ഷ്മിബായി. ലക്നൗ അയോധ്യ ആഗ്ര ഔദ് ബീഗം ഹസ്രത് മഹൽ. ബറേലി രോഹിൽഗഡ് ഖാൻ ബഹദൂർ ഖാൻ. ബറേലി രോഹിൽഗഡ് ഖാൻ ബഹദൂർ ഖാൻ. അലഹബാദിൽ ലിയാഖത്ത് അലി ഖാൻ. മീററ്റില് ഖേദം സിംഗ്. ആസാമിൽ മണിറാം. മഥുരയില് ദേവി സിംഗ്. ഹരിയാനയില് റാവു തുലാറാം. ബറൌട്ട് പർഗാനയില് ഷാമലാണ്. ബറൌട്ട് പർഗാനയില് ഷാ കമൽ. ഓക്കെ. അപ്പൊ ബീഹാർ ജഗദീഷ്പൂർ കൻവാർ സിംഗ്. ബറേലി രോഹിൽഖണ്ഡ് ഖാൻ ബഹദൂർ ഖാൻ. അലഹബാദ് ലിയാഖത്ത് അലി ഖാൻ. മീററ്റ് ഖേദം സിംഗ്. ആസാം മണിറാം. മധുര ദേവി സിംഗ്. ഹരിയാന റാവു തുലാറാം. മധുര ദേവി സിംഗ്. ആസാം മണിറാം. ബറൌട്ട് പർഗാന ഷാമൽ. ഓക്കെ, ഷാ കമൽ. മീററ്റ് ഖേദം സിംഗ്. അലഹബാദ് ലിയാഖത്ത് അലി ഖാൻ. ബറേലി രോഹിൽഖണ്ഡ് ഖാൻ ബഹദൂർ ഖാൻ. അധ്യായം 52. സ്വാതന്ത്ര്യ സമര പത്രങ്ങൾ സ്ഥാപകർ. ലീഡർ ആരുടെ പത്രമാണ്? മദൻ മോഹൻ മാളവ്യയുടെ പത്രമാണ് ലീഡർ. നേഷൻ ആരുടെ പത്രമാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ് നേഷൻ. ലീഡർ മദൻ മോഹൻ മാളവ്യ. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. ന്യൂ ഇന്ത്യ, അതുപോലെ ന്യൂ ഇന്ത്യ കോമൺവീല് ആനി ബസന്ത്. കേസരി എന്ന് പറയുന്നത് മറാത്ത ഭാഷയിലാണ്. മറാത്ത ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് മീഡിയം ആണ് മറാത്ത. ബാലഗംഗാധര തിലകനാണ്. നാഷണൽ ഹെറാൾഡ് ആരുടെ പത്രമാണ്? നെഹ്റുവിന്റെയാണ്, ജവഹർലാൽ നെഹ്റുവിന്റെയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ആരുടെ പത്രമാണ്? വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടെ പത്രമാണ്. യുഗന്ധർ, അതുപോലെ കർമ്മയോഗി ആദ്യത്തെ പത്രമാണ്. അരവിന്ദ ഘോഷിന്റെ പത്രമാണ് യുഗാന്തർ, അതുപോലെ കർമ്മയോഗി. ബന്ദി ജീവൻ ആരുടെ പത്രമാണ്? സച്ചീന്ദ്രനാഥ് സന്യാളുടെ പത്രമാണ് ബന്ദി ജീവൻ. കോമ്രേഡ് ആരുടെ പത്രമാണ്? മൗലാന മുഹമ്മദ് അലിയുടെ പത്രമാണ് കോമ്രേഡ്. അൽ ഹിലാൽ അൽ ബലാക്ക് ആരുടെ പത്രമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ് അൽ ഹിലാൽ അൽ ബലാക്ക്. ബോംബെ ക്രോണിക്കിൾ ആരുടെ പത്രമാണ്? ഫിറോസ് ഷാ മേത്രയുടെ പത്രമാണ് ബോംബെ ക്രോണിക്കിൾ. തത്വബോധിനി പത്രിക ഇന്ത്യൻ മിറർ ആരുടെ പത്രങ്ങളാണ്? ദേവേന്ദ്രനാഥ് ടാഗോറിന്റെ പത്രങ്ങളാണ് തത്വബോധിനി പത്രിക, ഇന്ത്യൻ മിറർ. ഓക്കെ. സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ ആരുടെ പത്രങ്ങളാണ്? രാജാറാം മോഹൻ റോയിന്റെ പത്രങ്ങളാണ്. ബഹിഷ്കൃത് ഭാരത്, മൂക് നായക്, BR അംബേദ്കറിന്റെ പത്രങ്ങളാണ്. പ്രബുദ്ധ ഭാരതം ഉദ്ബോധനം ആരുടെ പത്രങ്ങളാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഷോം പ്രകാശ് ആരുടെ പത്രമാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പത്രമാണ് ഷോം പ്രകാശ്. ഇൻഡിപെൻഡന്റ് ആരുടെ പത്രമാണ്? മോത്തിലാൽ നെഹ്റുവിന്റെ പത്രമാണ് ഇൻഡിപെൻഡന്റ്. ബോംബെ സമാചാർ ആരുടെ പത്രമാണ്? ഫർദുഞ്ചി മർസ്ബാന്റെ പത്രമാണ് ബോംബെ സമാചാർ. ഫർദുഞ്ചി മർസ്ബാൻ. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആരുടെ പത്രമാണ്? ശ്യാംജി കൃഷ്ണവർമ്മയുടെ പത്രമാണ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്. അപ്പൊ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ശ്യാംജി കൃഷ്ണവർമ്മ, ബോംബെ സമാചാർ ഫർദുഞ്ചി മർസ്ബാന്, ഇൻഡിപെൻഡന്റ് മോത്തിലാൽ നെഹ്റുവിന്റെ പത്രം, ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പത്രം, തത്വബോധിനി പത്രിക ഇന്ത്യൻ മിറർ ആരുടെ പത്രങ്ങളാണ്? ദേവേന്ദ്രനാഥ് ടാഗോറിന്റെ പത്രങ്ങളാണ്. ബോംബെ ക്രോണിക്കിൾ ആരുടെ പത്രമാണ്? ഫിറോസ് ഷാ മേത്തയുടെ പത്രമാണ്. അൽ ഹിലാൽ അൽ ബലാക്ക് ആരുടെ പത്രമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ്. കോമ്രേഡ് ആരുടെ പത്രമാണ്? മൗലാന മുഹമ്മദ് അലിയുടെ പത്രമാണ്. ബന്ദി ജീവൻ ആരുടെ പത്രമാണ്? സച്ചീന്ദ്രനാഥ് സന്യാളുടെ പത്രമാണ്. യുഗാന്തർ കർമ്മയോഗി ആരുടെ പത്രമാണ്? അരവിന്ദ് ഘോഷിന്റെ പത്രമാണ്. നാഷണൽ ഹെറാൾഡ് ആരുടെ പത്രമാണ്? നെഹ്റുവിന്റെ പത്രമാണ്. നേഷൻ ആരുടെ പത്രമാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ്. ലീഡർ ആരുടെ പത്രമാണ്? മദൻ മോഹൻ മാളവ്യയുടെ പത്രമാണ്. ഓക്കെ. അധ്യായം 53. സാമ്പത്തിക മേഖലകൾ. ഓക്കെ. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? കൃഷി, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം,
അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം. അപ്പോൾ ഒന്നാം പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത് കൃഷി, വന്യപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം. ഓക്കെ. ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം, സാധനങ്ങളുടെ ഉൽപാദനം. ഓക്കെ. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഗതാഗതം, വാണിജ്യം, ബാങ്കിങ്, വ്യാപാരം, വാർത്താവിനിമയം, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ്, ഹോട്ടൽ, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ബിസിനസ്. ഓക്കെ. അധ്യായം 54 pH മൂല്യം. അധ്യായം 54 pH മൂല്യത്തെ കുറിച്ചാണ്. ജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 7 ജലത്തിന്റെ pH മൂല്യം 7. രക്തത്തിന്റെ pH മൂല്യം 7.4. കടൽ ജലം 7.5 pH മൂല്യം. 7.5 to 8.4 വരെ ഉണ്ട്. 7.5 to 8.4 കടൽ ജലം. ഉമിനീരിന്റെ pH മൂല്യം 6.2 to 7.2. ഉമിനീരിന്റെ pH മൂല്യം 6.2 to 7.6. പാലിന്റെ pH മൂല്യം 6.5 പാലിന്റെ pH മൂല്യം 6.5. മൂത്രത്തിന്റെ pH മൂല്യം 6. മൂത്രത്തിന്റെ pH മൂല്യം 6. ചായയുടെ pH മൂല്യം 5.5 ചായയുടെ pH മൂല്യം 5.5. കാപ്പിയുടെ pH മൂല്യം 5. ബിയറിന്റെ pH മൂല്യം 4.5. ആസിഡ് മഴയുടെ pH മൂല്യം 4 to 5.5. വിനാഗിരിയുടെ pH മൂല്യം 4.2. നാരങ്ങ വെള്ളത്തിന്റെ pH മൂല്യം 2.4. ടൂത്ത് പേസ്റ്റിന്റെ pH മൂല്യം 8.7. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ pH മൂല്യം എത്രയാണ്? 10.5 കാസ്റ്റിക് സോഡയുടെ pH മൂല്യം 12 ഇപ്പൊ കാസ്റ്റിക് സോഡയുടെ pH മൂല്യം 12, ചുണ്ണാമ്പ് വെള്ളം 10.5, ടൂത്ത് പേസ്റ്റ് 8.7, നാരങ്ങ വെള്ളം 2.4, വിനാഗിരി 4.2, ആസിഡ് മഴ 4 to 5.5, ബിയർ 4.5, കാപ്പി 5, ചായ 5.5, മൂത്രം 6, പാല് 6.5, ഉമിനീര് 6.2 to 7.6, കടൽ ജലം 7.5 to 8.4, രക്തം 7.4, ജലം 7. അടുത്താണ് അധ്യായം 55 UN അന്താരാഷ്ട്ര വർഷങ്ങളാണ്. UN അന്താരാഷ്ട്ര വർഷങ്ങൾ. ഓക്കെ. 8 പഠിക്കാനുള്ളത്. 2020 അന്താരാഷ്ട്ര ആരോഗ്യ വർഷമാണ്. 2020 അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം. 2021 ശാന്തിയുടെയും പ്രത്യാശയുടെയും വർഷമാണ്. 2021 ശാന്തിയുടെയും പ്രത്യാശയുടെയും വർഷം 2021. അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം 2020. 2022 കരകൗശല മത്സ്യ ജല കൃഷി വർഷം, ഗ്ലാസ് വർഷം, അന്താരാഷ്ട്ര സുസ്ഥിര പർവ്വത വികസനത്തിന്റെ വർഷം. 2022 കരകൗശല മത്സ്യ ജലകൃഷി വർഷം, ഗ്ലാസ് വർഷം, അന്താരാഷ്ട്ര സുസ്ഥിര പർവ്വത വികസനത്തിന്റെ വർഷം. ഓക്കെ. 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ്. 2022 കരകൗശല മത്സ്യ ജല കൃഷി വർഷം, ഗ്ലാസ് വർഷം, അന്താരാഷ്ട്ര സുസ്ഥിര പർവ്വത വികസനത്തിന്റെ വർഷം. 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. 2021 ശാന്തിയുടെയും പ്രത്യാശയുടെയും വർഷം. 2020 അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. ഈ വർഷം ഏതാണ്? 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷം. 2025 അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷമാണ്. ഗ്ലേഷ്യർ പ്രിസർവേഷൻ വർഷമാണ് 2025. 2026 ഇന്റർനാഷണൽ ഇയർ ഓഫ് റേഞ്ച് ലാൻഡ്സ് ആൻഡ് പാസ്റ്റോറലിസ്റ്റ്സ്. പരിധി ഭൂമികളും ഇടയന്മാരും. 2026 ഇന്റർനാഷണൽ ഇയർ ഓഫ് റേഞ്ച് ലാൻഡ്സ് ആൻഡ് പാസ്റ്റോറലിസ്റ്റ്സ്. 2027 ഇന്റർനാഷണൽ ഇയർ ഓഫ് സയൻസ് എൻഗേജ്മെന്റ് ആണ്. 2027 ഇന്റർനാഷണൽ ഇയർ ഓഫ് സയൻസ് എൻഗേജ്മെന്റ്. 2026 ഇന്റർനാഷണൽ ഇയർ ഓഫ് റേഞ്ച് ലാൻഡ്സ് ആൻഡ് പാസ്റ്റോറലിസ്റ്റ്സ്. പരിധി ഭൂമികളും ഇടയന്മാരും. 2025 അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷമാണ്. ഗ്ലേഷ്യർ പ്രിസർവേഷൻ. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. 2022 കരകൗശല മത്സ്യ ജല കൃഷി വർഷം, ഗ്ലാസ് വർഷം, അന്താരാഷ്ട്ര സുസ്ഥിര പർവ്വത വികസനത്തിന്റെ വർഷം. 2021 ശാന്തിയുടെയും പ്രത്യാശയുടെയും വർഷം. 2020 അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം. Thank you so much for listening me. We'll see you next video. Bye.